നമുക്കറിയാലോ, നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിമർശകർ ഇന്ന് വളരെ സജീവമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സംവാദങ്ങളും മുസ്ലിങ്ങളും ഈ വിമർശകരും തമ്മിൽ നടക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നടക്കുന്ന സംവാദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് വളരെ ശാഖാപരമായ വിഷയങ്ങളിലാണ് പലപ്പോഴും ഈ വിമർശകർ സംവാദത്തിന് വരാറുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള പല വിഷയങ്ങളും ഇവർ കരുതി കൂട്ടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇറക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഖുർആൻ വചനോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ പ്രവാചകൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വചനമൊക്കെ എടുത്തിട്ടാണ് ഇവർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങൾ, അതേപോലെ മുസ്ലിങ്ങളുടെ ഇതര മതസ്ഥരുമായിട്ടുള്ള സമീപനങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ഇവർ നിരന്തരം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, ആകർഷിച്ച ഇസ്ലാമിലെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, ഖുർആനിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചും അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഏറ്റവും കൃത്യമായ ലോജിക്കലായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളും ഭൗതിക ദർശനങ്ങളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ജീവിത കാഴ്ചപ്പാട് തന്നെയാണ് ഏറ്റവും യുക്തിഭദ്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന വചനങ്ങളിൽ എനിക്ക് അത്ര വലിയൊരു ആശ്ചര്യം തോന്നിയിട്ടില്ല. കാരണം ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യതയും യുക്തിഭദ്രതയും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഖുർആനിലെ വചനങ്ങൾ എന്ന് പറയുന്നത് നീതിയെക്കുറിച്ചുള്ള വചനങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറയുന്നത് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുക. അത് നിങ്ങളുടെ കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുക. ഖുർആനിൽ വേറൊരു വചനം പറയുന്നത്, ഒരു ജനതയോടുള്ള വിദ്വേഷം അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ്. നീതിയുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ നല്ലൊരു വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടുന്നും കേട്ടിട്ടില്ല. ഖുർആനിൽ യുദ്ധത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സമൂഹത്തിൽ ശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അവിടെ പോലും അള്ളാഹു പറയുന്നത് നിങ്ങൾ ഒരിക്കലും അനീതി ചെയ്യരുത് എന്നാണ്. അതേപോലെ നമ്മുടെ കൊടിയ ശത്രുവിനോടുള്ള യുദ്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന വളരെ മനോഹരമായ മറ്റൊരു വചനം കൂടിയുണ്ട്, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് നീ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. അപ്പോൾ നിന്റെ കൊടിയ ശത്രു പോലും ആത്മമിത്രമെന്നോണം മാറുന്നത് നിനക്ക് കാണാം.